ഏറ്റവും ലെസറായിട്ടുള്ള ഒരു പണിഷ്മെന്റ് പൾസർ സുനിക്ക് അടക്കം കിട്ടിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ റിഫോം പൊട്ടൻഷ്യലാണ്. അഥവാ അവർ പ്രായക്കുറവുള്ള ആൾക്കാരാണ്, കുടുംബമുള്ള ആൾക്കാരാണ്. അപ്പോൾ എത്രത്തോളം മാനസിക പരിവർത്തനം അവർക്കുണ്ടാകും എന്നതിനെ കൂടിയാണ് ഇവിടെ കോടതി പരിഗണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ നേരത്തെ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ വിചാരണ തടവുകാരനായിരുന്ന കാലം ഇയാളുടെ ശിക്ഷയിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ പൾസർ സുനി അയാൾക്ക് കിട്ടിയിരിക്കുന്ന 20 വർഷം തടവിൽ ഏതാണ്ട് 7 വർഷം പൂർണ്ണമായിട്ട് അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ സത്യത്തിൽ കോടതി അസസ് ചെയ്യേണ്ടിയിരുന്നത് 7 വർഷം തടവ് പൂർത്തിയായ ഘട്ടത്തിൽ അയാളുടെ റിഫോം പൊട്ടൻഷ്യൽ എന്താണ് എന്നതിനെക്കുറിച്ചായിരുന്നു പരിശോധിക്കേണ്ടത്. നമ്മൾ അറിയാം, അയാൾക്ക് ഒരു തരത്തിലുമുള്ള പശ്ചാത്താപം ഉണ്ടെന്ന് തോന്നുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തിയും അയാളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നില്ല. അയാൾ ചില മാധ്യമങ്ങൾക്ക് ഈ കാലയളവിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ അയാൾ പറഞ്ഞത് താൻ ചെയ്തത് ഒരു കോഴിയെ പിടിക്കുന്നത് പോലെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ്. അതെ. അയാൾ ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ വന്ന് ഇറങ്ങിയതിന്റെ റീൽസ് അയാൾ തന്നെ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ തന്നെ ഞാൻ ചില മാധ്യമങ്ങളിൽ നിന്ന് അറിയുകയും ചെയ്തു. ഞാൻ പറയുന്നത്, അങ്ങനെ ഒരാൾ 7 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം അയാളുടെ റിഫോം പൊട്ടൻഷ്യൽ എന്താണ്? അതായത് ഈ ശിക്ഷാ കാലയളവിന്റെ പകുതിയോളം എത്താറായിട്ടുണ്ട്. ഇനി ഒരു 13 കൊല്ലം കൂടി അകത്ത് കടന്നു കഴിഞ്ഞാൽ അയാൾക്ക് മാനസിക പരിവർത്തനം ഉണ്ടാകും എന്ന് സത്യമായിട്ട് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടേണ്ടിയിരുന്ന ശിക്ഷ കൂടുതലായിരുന്നു. ഇനി നേരത്തെ ഇവിടെ പറഞ്ഞു, ഒന്നാം പ്രതി ഒഴികെ മറ്റാർക്കും മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നൊരു വാദം കൂടി ഉണ്ടായിരുന്നു. അതിനെ പ്രോസിക്യൂഷൻ എതിർത്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി നേരത്തെ തന്നെ പല കേസുകളിൽ പ്രതിയാണ്. ശ്രീ അഭിലാഷ് അതിന്റെ ഡീറ്റെയിൽസ് പറയുകയും ചെയ്തു. അപ്പോൾ വളരെ മോശം പശ്ചാത്തലമുള്ള പൾസർ സുനിക്കും അങ്ങനെയുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ആൾക്കാർക്കും ഇങ്ങനെയുള്ള ഒരു കേസിൽ ഒരേ പരിഗണന തന്നെയാണ് ശിക്ഷയുടെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അതേപോലെ തന്നെ പൾസർ സുനിക്ക് മേലുള്ള നിരവധി വകുപ്പുകൾ ഈ 20 വർഷത്തിന്റെ 376B ഒഴിച്ച് ബാക്കിയുള്ള 376D അതൊഴികെ ബാക്കിയുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ അയാൾക്ക് ഏതാണ്ട് 18 20 വർഷം അഡീഷണൽ കിട്ടാനുള്ള വകുപ്പ് കൂടിയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അയാളെയും അതിനേക്കാൾ ലെസർ ക്രൈം ചെയ്തിരിക്കുന്ന വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന മറ്റുള്ളവരെയും ഒരേപോലെ തന്നെ പരിഗണിച്ച് എല്ലാവരും ഒരേ ശിക്ഷാ കാലയളവ് മാത്രം സെർവ് ചെയ്താൽ മതി എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നാണ് ഞാൻ കരുതുന്നത്.